സിറ്റി ഫുള്ള് കറങ്ങിക്കൊണ്ടുവരും. അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഇന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ നോക്കിയപ്പോഴാണ് സിറ്റി സൈറ്റ് സീയിങ് ടൂർ ബസ്സിനെ പറ്റി യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ആ സിറ്റി ടൂർ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് യാത്രയായി. അതിനിടയ്ക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണ്. അതിനെ ഇപ്പോൾ ഒരു മെമ്മറി എന്ന പോലെ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതിനാൽ ഒരുപാട് ഫെസ്റ്റിവലും ഷോകളും ഒക്കെ നടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്കായി അനേകം പരിപാടികൾ ഈ ഐലൻഡ് അവർ ഒരുക്കിയിരിക്കുന്നു. ഈ സിറ്റീസ് ടൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ നമുക്ക് ആ ഒരു ടിക്കറ്റിൽ യാത്ര ചെയ്യാം. അതായത് 11 ഡെസ്റ്റിനേഷൻസാണ് ഈ ഒരു ടിക്കറ്റിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോ സ്റ്റേഷനിലും നമുക്ക് ഇറങ്ങി അവിടുത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് തിരിച്ച് അടുത്ത ബസ് അതേ പോയിന്റിൽ വരുമ്പോൾ ആ ബസ്സിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാം. അങ്ങനെ 11 ഡെസ്റ്റിനേഷൻ കറങ്ങി ഈ സിറ്റി ഫുള്ള് ഡെസ്റ്റിനേഷനും കണ്ട് നമുക്ക് തിരിച്ച് പഴയ ഡെസ്റ്റിനേഷനിൽ തന്നെ അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് പോയിന്റിലേക്ക് തന്നെ തിരികെ വരാം. ഞങ്ങൾ ഡെസ്റ്റിനേഷനൊന്നും കറങ്ങാൻ ഇപ്പോൾ സമയമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ സിറ്റി സൈറ്റ് സീയിങ് ഫുള്ള് ചുറ്റിക്കറങ്ങി വരാമല്ലോ എന്നുള്ള രീതിയിൽ എത്തി. ഇൻ കേസ് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ 1-2 ഡെസ്റ്റിനേഷനോ കവറപ്പ് ചെയ്യാം എന്നുള്ള തീരുമാനമായി ഞങ്ങൾ സൈറ്റ് സീയിങ് ബസ്സിൻ്റെ സ്റ്റാർട്ടപ്പ് പോയിന്റിലേക്ക് നടന്നു. ഈ കാണുന്ന 11 സ്ഥലങ്ങളിൽ നിർത്തിയാണ് ഈ ബസ് കടന്നു പോകുന്നത്. പാർക്കെ സാന്റ കറ്റാലിന എന്ന് സ്റ്റാർട്ട് ചെയ്ത് ലാസ് കാൻറ്ററാസ് ബീച്ചിലാണ് ഈ ടൂർ നിൽക്കുന്നത്. ബസ് ഫുള്ള് സിറ്റി 1.5 മണിക്കൂറിൽ സിറ്റി ഫുള്ള് കറങ്ങിക്കൊണ്ടുവരും. ആ സിറ്റി ടൂർ പോകാനുള്ള ബസ്സാണിത്. ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്. ഇതാണ് നമ്മുടെ ബസ്. മേലെ നിന്ന് നമുക്ക് സിറ്റി കറങ്ങും. ഓരോ സ്പോട്ടും നമ്മൾ നിർത്തി നമ്മളെ കാണിച്ച് തിരിച്ച് ഇതേ പ്ലേസിൽ കൊണ്ടുവരും.